നമുക്ക് എന്ത് സംശയം തോന്നിയാലും അത് പരിഹരിക്കുന്നതിന് വേണ്ടി ചാറ്റ് GPT പോലുള്ള ചാറ്റ് ബോട്ടുകളെ ആശ്രയിക്കുന്ന പ്രവണത നമുക്കിപ്പോൾ കൂടുതലാണ് അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ചാറ്റ് ബോട്ടിനോട് ചോദിക്കുന്നതും നമ്മുടെ ജോലി കൂടി ഏൽപ്പിക്കുന്നതും ശരിയാണോ? എങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഇതാ. 1. വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കലും പങ്കിടാൻ പാടില്ല. അതായത് നമ്മുടെ ആധാർ നമ്പറോ ബാങ്ക് വിശദാംശങ്ങളോ സെൻസിറ്റീവ് ഡാറ്റയോ ഒന്നും ചാറ്റ് ബോട്ടിന് നൽകരുത്. ചാറ്റ് GPTയിലെ സംഭാഷണങ്ങൾ ഒരു ഡാറ്റാ ബാങ്കിലേക്ക് പോകുന്നുണ്ട്. അവ 100% സുരക്ഷിതവുമല്ല. നിങ്ങളെ തിരിച്ചറിയാനും നിങ്ങളുടെ പ്രവർത്തനം ട്രാക്ക് ചെയ്യാനും ഈ വിവരങ്ങളൊക്കെ തന്നെയും ഉപയോഗിച്ചേക്കാം. മറ്റൊന്നാണ് ശാരീരിക ആരോഗ്യ പരിശോധന. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് തോന്നുകയും ഉടൻ തന്നെ ഈ ലക്ഷണങ്ങളെല്ലാം ഇതിൽ ടൈപ്പ് ചെയ്ത് രോഗം ഊഹിക്കുന്നത് ഒരു അപകട കാരണമാണ്. ഒരു ഡോക്ടർ രോഗനിർണയം നടത്തുന്നത് തന്നെയല്ലേ നല്ലത്? അല്ലെങ്കിൽ തെറ്റായ ഉപദേശങ്ങൾ കേട്ട് നിങ്ങളുടെ രോഗാവസ്ഥ കൂടുതൽ വഷളാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. മറ്റൊന്ന്, സാമ്പത്തിക വിവരങ്ങൾ നൽകാതെ ഇരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനമായും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഒരിക്കലും ചാറ്റ് GPTയിൽ പങ്കുവെക്കരുത്. ചാറ്റ് ബോട്ടുകൾക്ക് എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ഓട്ടോ ഡിലീറ്റ് പോലുള്ള സുരക്ഷയില്ല. ഇത് ഡാറ്റ മോഷണ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും. അടുത്തത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളാണ്. അതായത് നിയമവിരുദ്ധമായ സെർച്ചുകൾ തടയാൻ AI ചാറ്റ് ബോട്ടുകൾക്ക് സുരക്ഷാ ഫീച്ചറുകളുണ്ട്. എങ്കിലും നിങ്ങൾ നിയമവിരുദ്ധമായ വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും. അത്തരം ഉള്ളടക്കങ്ങൾ ഓപ്പൺ AI തന്നെ നേരിട്ട് നിരീക്ഷിക്കുകയും ചെയ്യും. മാനസികാരോഗ്യ കൗൺസിലിംഗും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി മാനസികാരോഗ്യത്തിന് AI സഹായിക്കുമെങ്കിലും പരിശീലനം ലഭിച്ച ഒരു തെറാപ്പിസ്റ്റിന്റെ സഹാനുഭൂതിയും ധാരണയും ഒന്നും ഈ പറയുന്ന ചാറ്റ് ബോട്ടിനുണ്ടാകില്ല. മനുഷ്യ തെറാപ്പിസ്റ്റുകളാണ് എപ്പോഴും ഫലപ്രദമെന്ന് പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. ഇനി നിയമം മനസ്സിലാക്കുന്നതിനുള്ള ഒരു നല്ല ഉപകരണമാണ് ഈ പറയുന്ന ചാറ്റ് GPT. എന്നാൽ കരാറുകൾ, വിൽപത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് നിയമപരമായ രേഖകൾ തുടങ്ങിയവ തയ്യാറാക്കുന്നതിന് ഒരു അഭിഭാഷകനെ തന്നെ സമീപിക്കുന്നതാകും ഏറ്റവും ഉചിതം. പിന്നെ AI ചാറ്റ് ബോട്ടുകളുമായി നിങ്ങളുടെ പാസ്വേഡുകൾ ഒരിക്കലും പങ്കിടാതെ സൂക്ഷിക്കണം. ഈ വിവരങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്യാനും നിങ്ങളുടെ ഡാറ്റ മോഷ്ടിക്കാനും ഉപയോഗിക്കപ്പെടാം.